അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് പൈപ്പ് എർത്തിങ് ആണ്. എന്താണ് പൈപ്പ് എർത്തിങ്? പൈപ്പ് എർത്തിങ് എല്ലാവരും എത്തിയെന്ന് വിചാരിക്കുന്നു. പ്ലേറ്റ് എർത്തിങ്ങിൽ ഫസ്റ്റ് ടൈപ്പ് പറഞ്ഞത് ഏതായിരുന്നു? GIക്ക് മുമ്പ് കാസ്റ്റ് അയൺ പ്ലേറ്റ്. സാധാരണ കാസ്റ്റ് അയൺ എന്ന് പറയുന്നില്ല, ഗാൽവനൈസ്ഡ് അയൺ അല്ല, റോസ്റ്റ് ചെയ്യാത്ത കാസ്റ്റ് അയൺ പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഗാൽവനൈസ്ഡ് അയൺ ആണ് ഇപ്പൊ സാധാരണ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനേക്കാളും കൂടുതൽ കറണ്ട് പോകേണ്ട ആവശ്യമുണ്ട്, കുറച്ചും കൂടെ ആണെങ്കിൽ നമ്മൾ കോപ്പർ പ്ലേറ്റ് എടുക്കും. ഇപ്പൊ കോപ്പർ പ്ലേറ്റ് വരുമ്പോൾ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഗാൽവനൈസ്ഡ് അയൺ തന്നെയായിരിക്കും കൂടുതൽ കൂടുതൽ യൂസ് ചെയ്യുക. പക്ഷെ ബെറ്റർ എന്ന് തന്നെയാണ് കോപ്പർ പ്ലേറ്റ് ആണ്. പക്ഷെ കോപ്പർ പ്ലേറ്റ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ തിക്നെസ് കുറയ്ക്കാൻ പറ്റും. മറ്റേ 6 mm ഉള്ളത് എന്താണ് 3.4 മതി. ഇപ്പൊ പകുതി ഇതിലേക്ക് വന്നു. എന്നാലും കോപ്പറിന് കൂടുതൽ അതിന്റെ പ്രശ്നമുണ്ട്. അതൊന്നും നിങ്ങളോട് ചോദിക്കില്ല, നിങ്ങൾ ഈ വാല്യൂസ് മാത്രം ഓർത്തിരിക്കുക, ബാക്കി കഥയൊന്നും പഠിക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ പൈപ്പ് എർത്തിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. പൈപ്പ് എർത്തിങ് സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മൾ പൈപ്പ് എർത്തിങ്ങിന് ഹെഡിങ് എഴുതിയല്ലോ അല്ലെ? അപ്പൊ അതിന്റെ താഴെ എഴുതാം, ഫോർ പൈപ്പ് എർത്തിങ് നോർമൽ പ്രാക്ടീസ് ഈസ് ടു യൂസ് GI പൈപ്പ്. GI പൈപ്പ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. ഇനി യൂസ് ചെയ്യുന്ന GI പൈപ്പിന്റെ ക്ലാസ്സും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. C ക്ലാസ് GI പൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. C ക്ലാസ്. പല ടൈപ്പ് GI പൈപ്പുകളാണ്. അതിന് നമ്മൾ C ക്ലാസ് GI പൈപ്പ് ആണ് എർത്തിങ്ങിന് യൂസ് ചെയ്യുന്നത്. ബാക്കി അതിന്റെ ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് C ക്ലാസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. GI പൈപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്നും ചോദിച്ചെങ്കിൽ പറയാൻ പാടില്ല. G പൈപ്പ് C ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. C ക്ലാസ് G പൈപ്പ്. ഇനി അതിന്റെ ഡയമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. GI പൈപ്പ് ഓഫ് 0.75 GI ഓഫ് 75 mm ഡയമീറ്റർ. 75 mm ഡയമീറ്റർ. ഇതിന്റെ ഒരു നോർമൽ ലെങ്ത് എന്ന് പറയുന്നത് 10 ഫീറ്റ് ആണ്. 10 ഫീറ്റ്. 8 ഫീറ്റ് ഒക്കെ യൂസ് ചെയ്യാം. അതിനേക്കാളും കുറവൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കപ്പാസിറ്റി കുറഞ്ഞ വീടിന്റെ ഒക്കെ സൈസ് കുറവാണെങ്കിൽ 10 ഫീറ്റ് എന്നാണ് പക്ഷെ നമ്മൾ ജനറലി പറയുന്നത്. 8 ഫീറ്റ് ഓപ്ഷനിലുള്ളെങ്കിൽ 8 ഫീറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ കേട്ടോ. അപ്പൊ നമുക്ക് ഇതാണ് അതിനെക്കുറിച്ചൊരു മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി ഇതിനകത്ത് ഒരു ടേമും കൂടെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. സോയിൽ റെസിസ്റ്റിവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്ന സാധനത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാമോ? ഇൻസ്ട്രുമെന്റേഷൻ ആണ്. ഇനി എന്നാലും നിങ്ങളോട് ചോദിച്ചാലോ, എർത്തിങ് എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചാലോ എന്ന് ഓർത്ത് പറയുന്നതാണ്. മെഗർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് കേട്ടോ. മെഷർമെന്റ് ഓഫ് എർത്ത് റെസിസ്റ്റൻസ് എന്നിട്ട് ഹൈഫനറ്റ് എഴുതാം മെഗർ, അല്ലെങ്കിൽ നമുക്ക് എർത്ത് ടെസ്റ്റർ എന്ന് പറയാം. എർത്ത് ടെസ്റ്റർ ഓഫ് മെഗർ. ഈ എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ടുള്ള പല മെത്തേഡുകളുണ്ട്. 4 point മെത്തേഡ്, GI എർത്തിങ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ്. അത്രയും ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണ്ടി വരില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പൈപ്പ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ് ആണോ കൂടുതൽ ബെറ്റർ എന്നൊക്കെ അനുസരിച്ച്. അപ്പൊ നമ്മൾ ഈ പൈപ്പ് എർത്തിങ്ങും പ്ലേറ്റ് എർത്തിങ്ങും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ കൂടുതൽ നമുക്ക് എർത്തിങ്ങിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പ്ലേറ്റ് എർത്തിങ്ങിന് പോയേ പറ്റുള്ളൂ. ചെറിയ ഇതാണെങ്കിൽ നമുക്ക് എന്താണ് പൈപ്പ് എർത്തിങ് മതി. ഓക്കെ. പിന്നെ മോയ്സ്ചർ കണ്ടന്റ് അങ്ങനെയൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക്കലി റെസിസ്റ്റിവിറ്റി നമ്മൾ അതിനെ അഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ അത് ആ ഒരു ഇത് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് മോയ്സ്ചർ കണ്ടന്റ് ഉള്ളതാണെങ്കിൽ നമ്മൾ പ്ലേറ്റ് എർത്തിങ്ങിനാണ് കൂടുതൽ പോകുക. അല്ലാതെ റോക്കി ആയിട്ടുള്ള സ്ഥലം അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് നമുക്ക് എന്താണ് സാധാരണ പൈപ്പ് എർത്തിങ് പ്രിഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് നോക്കിയിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് തിരിച്ചു പോകാം. ഇതാണ് അതിനെക്കുറിച്ച് അഡീഷണൽ ആയിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. Then maximum forward current in case of a signal diode is in the range of. Forward current in the case of a signal diode. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന അനുസരിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയാൻ പോലും പറ്റില്ല, അതുപോലത്തെ ക്വസ്റ്റൻ ഇത്. അതാണ് ശരിക്കും ഇലക്ട്രോണിക്സിന്റെ ക്വസ്റ്റൻ. എത്രയാണ് സിഗ്നൽ ഡയോഡിലെ ഫോർവേഡ് കറണ്ടിന്റെ റേഞ്ച് എത്രയായിരിക്കും? ഹലോ, മില്ലി ആംബിയേഴ്സിലായിരിക്കും. മാക്സിമം എന്ന് പറയുന്നത് 100 മില്ലി ആംബിയറിലൊക്കെ വരുള്ളൂ. അപ്പൊ ഇവിടെ ഏത് ഓപ്ഷൻ എടുക്കണം?
സി എടുക്കണം അല്ലേ? ബാക്കിയുള്ള ഏതൊക്കെയാണ്? 1 to 10 ആംബിയർ അല്ലെങ്കിൽ 0.1 to 1 ആംബിയർ, ഫ്യൂ മില്ലി ആംബിയർ, ഫ്യൂ നാനോ ആംബിയർ. നോർമലി അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്യൂ മില്ലി ആംബിയർ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. A 4 ohm resistor is connected across 12 volt battery. The current flowing will be എത്രയായിരിക്കും? 4 ohm 3 ആംബിയർ. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? 12/4 ആംബിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A series RL circuit is connected to a 100 volt 50 hertz supply. The resulting current is 10 ampere and the power consumed is 500 watts. The power factor of the circuit is. എങ്ങനെ ചെയ്യും ക്വസ്റ്റ്യൻ എന്നുള്ളത്? ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? RL സർക്യൂട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. RL സർക്യൂട്ട് ആണെന്ന് പറയുമ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? RL സർക്യൂട്ട് ആകുമ്പോൾ ലാഗ് ഉള്ള ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? 5. അപ്പൊ അതാണ് ആൻസർ. അത് നമ്മൾ അങ്ങനെ ഇപ്പൊ ഇത് ലാഗ് വേറെയും ലാഗ് ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് നമുക്ക് ഈ ഒരൊറ്റ ലാഗ് ഉള്ളതുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയം കളയേണ്ട കാര്യമില്ല. പക്ഷെ അല്ലാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നിലധികം ലാഗ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ നോട്ട് ചെയ്യാം. 100 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ആണ്. അതിനകത്തോടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 10 ആംബിയർ ആണ്. അതുപോലെ അവിടെ ഉണ്ടാകുന്ന പവർ എന്ന് പറയുന്നത് 500 വാട്ട്സ് ആണ്. നമ്മളോട് പവർ ഫാക്ടർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പവറിന്റെ ഇക്വേഷനിലേക്ക് AC പവർ AC ആണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. AC പവറിന്റെ ഇക്വേഷൻ അറിയാം. P is equal to V into I into cos phi. Cos phi ആണ് എന്ത്? പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പവർ ഫാക്ടർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ cos phi ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പവർ തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. പവർ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? പവർ എന്ന് പറയുന്നത് 500. അപ്പൊ cos phi ഇക്വേഷൻ എങ്ങനെ എഴുതാം? cos phi or power factor is equal to P divided by V into I അല്ലേ? P divided by V into I. P യുടെ വാല്യൂ 500 ആണ്. വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് എത്രയാണ്? 100 വോൾട്ട് അല്ലെ? 100 വോൾട്ട്. ഇത് 10 ആംബിയർ. എത്ര കിട്ടും? 1000 കിട്ടും അല്ലെ? 500/1000 എന്ന് പറയുന്നത് 1/2. അപ്പൊ പവർ ഫാക്ടർ 1/2 ആണ്, അല്ലെങ്കിൽ എന്താണ്? 0.5 ആണ്. ഇനി ഇത് RL സർക്യൂട്ട് ആയതുകൊണ്ട് ഇത് എന്ത് തന്നെയായിരിക്കും? ലാഗിങ് ആയിരിക്കും. RC സർക്യൂട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ലീഡിങ് എഴുതേണ്ടി വരും. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. ആക്റ്റീവ് പവർ ഇൻ AC സർക്യൂട്ട് P is equal to VI cos phi and power factor cos phi is equal to P divided by VI. കിട്ടിയില്ലേ? 0.5 കിട്ടിയില്ലേ? 0.5 ലാഗിന് ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എർത്തിങ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് ആർ ഡൺ യൂസിങ്. എർത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയുള്ള കണ്ടക്ടർ ആണ്? കണ്ടിട്ടുണ്ടോ എർത്ത് ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലൊക്കെ എർത്ത് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? എർത്തിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന വെച്ചാൽ മാക്സിമം കറണ്ട് നമുക്ക് പാസ് ചെയ്ത് പോകണം. അപ്പൊ നമുക്ക് എങ്ങനെയുള്ളതായിരിക്കും? കൂടുതൽ കണ്ടക്ടിങ് നേച്ചറുള്ള എടുക്കണം. അപ്പൊ കോപ്പർ എടുക്കണം. ഇനി അതിനകത്ത് നമുക്ക് എർത്തിങ് ആണ് ചെയ്യേണ്ടത്, ഇൻസുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക? ബെയർ കോപ്പർ കണ്ടക്ടർ ആയിരിക്കും യൂസ് ചെയ്യുക. അത് അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. എർത്തിങ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് ആർ ഡൺ യൂസിങ് ബെയർ കോപ്പർ കണ്ടക്ടർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3 ohm resistor. A 3 ohm resistor is connected a parallel to 6 ohm resistor. The combination is connected to series to an 8 ohm resistor. A 10 ohm resistor is connected in parallel to the whole combination. The effective resistance is. അപ്പൊ അതെങ്ങനെ ചെയ്യാം? 3 ohm റെസിസ്റ്റർ ഉണ്ട്, ഒരു 3 ohm റെസിസ്റ്റർ ഉണ്ട്. അതൊരു 6 ohm റെസിസ്റ്ററിന് പാരലൽ ചെയ്തിട്ടുണ്ട്. അതെന്താണ്? ഒരു 8 ohm റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ടോട്ടൽ റെസിസ്റ്റൻസ് വീണ്ടും ഒരു 10 ohm റെസിസ്റ്ററിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ഇഫക്റ്റീവ് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളത്. 5 ഓക്കെ. അപ്പൊ ഇതിനകത്ത് 3യും 6ഉം കൂടെ പാരലൽ ചെയ്തിരിക്കുക. അപ്പൊ 3യും 6ഉം കൂടെ പാരലൽ ചെയ്യുമ്പോൾ 3 ഓമിനേക്കാളും താഴെയുള്ള ഒരു വാല്യൂയിലേക്ക് പോകും. അത് നമുക്ക് 2 ohm എടുക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. 2 ohm എടുക്കാം. ഇനി 2ഉം 2 ohm ആണ് കിട്ടുന്നത്. എക്സാമ്പിൾ അല്ല, 2 ohm കിട്ടും. 2ഉം 8ഉം കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2ന്റെ കൂടെ 8 ohm സീരീസ് ആണ്. അപ്പൊ 2 8 കൊണ്ട് കൂടുമ്പോൾ 10 ohm കിട്ടും. അപ്പൊ 10 ohm 10 ohm കൂടെ പാരലൽ ആകുമ്പോൾ തുല്യ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ പകുതിയായിരിക്കും.
അല്ലെ? 3 റെസിസ്റ്റൻസ് ആണെങ്കിലോ പാരലായിട്ട് തുല്യമാണെങ്കിലോ 1/3 ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 5 Ohm കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ 10 Ohm റെസിസ്റ്റർ ഈസ് ഇത് ചെയ്ത് കാണിക്കണോ? ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടോ? ജസ്റ്റ് ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം കേട്ടോ. ആരെങ്കിലും ഇനിയിപ്പോ എല്ലാവർക്കും അറിയാമെങ്കിലും നിങ്ങൾ മറന്നുപോയെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു 3 Ohm റെസിസ്റ്റർ ഉണ്ട്, അതിന് പാരലായിട്ട് ഒരു 6 Ohm റെസിസ്റ്റർ ഉണ്ട്. അപ്പൊ ഇത് 3, ഇത് 6, ആ കോമ്പിനേഷൻ എന്താണ്? ഒരു 8 Ohm റെസിസ്റ്ററിനോട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ കോമ്പിനേഷൻ, ഈ സർക്യൂട്ടുകൾ എല്ലാം കൂടെ ഒരു 10 Ohmന് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പൊ ഈ 2ഉം 6ഉം ഇതുകൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 Ohm കിട്ടും. 2ഉം 8ഉം കൂടെ സീരീസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എഫക്റ്റീവ് വാല്യൂ 10 Ohm കിട്ടും. ആ 10 Ohm ഈ 10 Ohm കൂടെ പാരലായിട്ടാണ് വരിക. അപ്പൊ അതിന്റെ എഫക്റ്റീവ് വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 5 Ohm കിട്ടും. ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫിഗർ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്ത് നോക്കിയാൽ ക്ലിയർ ആവും. 3ഉം 6ഉം പാരലല്, അതിന്റെ ഇഫക്റ്റീവ് 8 Ohmനോട് സീരീസ്, ആ ടോട്ടൽ വാല്യൂവിനോട് 10 Ohm പാരലല്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എ 10 Ohm റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് എ 20 volt ബാറ്ററി, പവർ കൺസ്യൂംഡ് ഈസ്. ഈസി ആയിട്ട് ചെയ്യാം അല്ലേ? ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നതാണ് വോൾട്ടേജും തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. പവർ എങ്ങനെ കണ്ടുപിടിക്കാം? ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? നമ്മൾ രാവിലെ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ കുറച്ച് മുന്നേ. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? V square by R. 40 watt. 40 watt. 20 into 20 divided by 10 എന്ന് വരും അല്ലേ? ഈസി ആയിട്ട് നമുക്ക് 40 watts എന്ന് പറയാം. ബേസിക് ഇലക്ട്രിക്കലിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സാധാരണ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ പവറിന്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ റെസിസ്റ്റീവ്, ഇൻഡക്റ്റീവ്, കപ്പാസിറ്റീവ്, ആ സർക്യൂട്ടിന്റെ ലാഗ് ലീഡ്, ആ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതൊക്കെയാണ് നോർമലി ഒരു കുറെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് കുറെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെയൊക്കെയാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം. ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. ഫോം ഫാക്ടർ RMS value by average value. RMS value ആവറേജ് വാല്യൂ. ഈ ഫോം ഫാക്ടറും പി ഫാക്ടറും മാറ്റി മാറ്റി ചോദിക്കാറുണ്ട്. ആ രണ്ട് ഫാക്ടേഴ്സ് ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ വാല്യൂ ഓഫ് പവർ ഫാക്ടർ. പവർ ഫാക്ടറിന്റെ വാല്യൂ, പവർ ഫാക്ടർ എന്താന്ന് പറഞ്ഞേ? Cos 5, 0 and 1. അപ്പൊ കോസ്ഫയുടെ വാല്യൂ എന്താണ്? 0 തൊട്ടിട്ട് 1 വരെ. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 resistors R1 and R2 are to give combined resistance of 6 ohm when in series and 0.83 ohm when in parallel. The resistances are. എങ്ങനെ ചെയ്യാം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഇത് ഇക്വേഷൻ എഴുതി നമുക്ക് ചെയ്യാം. അതായത് R1 plus R2 is equal to 0.6 ഉം, അതുപോലെ തന്നെ R1 R2 divided by R1 plus R2 is equal to 0.83 എന്നും പറഞ്ഞ് എഴുതി നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് R1 plus R2 is equal to 0.6 ohm. സോറി, 0.6 അല്ല, വെറും 6 ohm. രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ 6 ohm കിട്ടി. ഇനി അത് രണ്ടും കൂടെ പാരലായിട്ട് കണക്ട് ചെയ്ത 0.83 കിട്ടി എന്ന് പറയുന്നത്. പാരലായിട്ടുള്ള രണ്ട് റെസിസ്റ്റൻസിന്റെ ഇഫക്റ്റീവ് വാല്യൂവിന്റെ ഇക്വേഷൻ എന്താണ്? R1 R2 divided by R1 plus R2 is equal to 0.83 ohm എന്ന് കിട്ടും. ഓക്കെ, ഇതിനകത്ത് R1 plus R2 നമുക്ക് അറിയാം. അപ്പം R1 plus R2 into 0.83 എന്ന് പറയുന്ന R1 R2 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതിനകത്ത് നിന്ന് വരുവാണെങ്കിൽ എന്താണ്? R1 R2 is equal to 0.83 into R1 plus R2 എന്ന് എഴുതാം അല്ലെ? ഇനി R1 plus R2ന്റെ വാല്യൂ അറിയാവുന്നതുകൊണ്ട് 0.83 into R1 plus R2 എന്ന് പറയുന്നത് 6 എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് R1 R2 കണ്ടുപിടിച്ച് പോകാം. പക്ഷെ ഇത് നമ്മുടെ കുറെ സമയം നമ്മുടെ പോവുകയാണ് ചെയ്യുന്നത്. അതിനേക്കാളും എളുപ്പമുണ്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻസ് അടിച്ചു കളയാനുണ്ടോ, അതിനകത്ത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുമെങ്കിൽ. അപ്പൊ ഇവിടേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് 2 resistors are combined of resistance 6 ohm when connected in series എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം രണ്ടെണ്ണം കൂട്ടുമ്പോൾ 6 ohm കിട്ടുന്ന ഓപ്ഷൻ ആണോ എല്ലാം നോക്കുക. ഇവിടെ നോക്കിക്കേ, ഏതൊക്കെയാണ് ഓപ്ഷൻസ് വരിക? 3ഉം 2ഉം ഉണ്ട്, അതുപോലെ തന്നെ 4ഉം 2. 3ഉം 3ഉം കൂട്ടി കഴിഞ്ഞാൽ എന്താ കിട്ടും? 3ഉം 3ഉം കൂട്ടി കഴിഞ്ഞാൽ 6 ohm കിട്ടും. പക്ഷെ അത് രണ്ട് തുല്യമാണ്, അതുകൊണ്ട് പാരലൽ ചെയ്യുമ്പോൾ എന്താണ്? അതിന്റെ പകുതി കിട്ടുള്ളൂ, 1.5 കിട്ടും അല്ലേ? 1.5 ആണ് വേണ്ടത് അല്ല. പിന്നെ എന്താണ്? 4ഉം 2ഉം ഉണ്ട്. 4ഉം 2ഉം കൂട്ടി കഴിഞ്ഞാൽ 6 കിട്ടും. പക്ഷെ എന്താണ്?
4 ഡിവൈഡ് ബൈ 4+2 ചെയ്ത് കഴിഞ്ഞാൽ 0.83 കിട്ടുമെന്ന് നോക്കുക. അപ്പൊ ഇതിനകത്തുള്ള എല്ലാ കോമ്പിനേഷനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 ഓം കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ പോലും കളയാൻ പറ്റത്തില്ല. ഇത് സീരീസ് ആയിട്ടുള്ള അഡീഷൻ. അപ്പൊ നമുക്ക് അത് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഈ എന്താണ് 3 പാരലൽ വരുമ്പോൾ നമുക്കറിയാം അതിന്റെ പകുതിയല്ല, അതുകൊണ്ട് ആ ഓപ്ഷൻ പോയി. അപ്പൊ എ ഇല്ലാതെ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ആദ്യമേ ബി ചെയ്യുവാണെങ്കിൽ എന്താണ് 4 × 2 എന്ന് പറയുന്നത് 8 ഡിവൈഡ് ബൈ 6. 8 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 8/6 എന്ന് പറയുന്നത് 1.33. ഇതിൽ എപ്പോഴും അപ്പൊ ആ ഓപ്ഷൻ ഇല്ലാന്ന് നോക്കാം. then 5 1 ചെയ്ത് കഴിഞ്ഞാൽ 5 × 5 ആണ് വരിക. 5 1 1-നേക്കാളും ചെറുതായിരിക്കില്ലേ എപ്പോഴും വാല്യൂ? അങ്ങനെ നോക്കി, അതായത് ഈ 0.83 കിട്ടുന്ന ഓപ്ഷൻ കിട്ടാൻ ചാൻസ് ഉള്ളത് 1-നേക്കാളും ചെറുതാണ്. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതാണ് എളുപ്പം എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് ചെയ്യേണ്ട മെത്തേഡ്. ആക്ച്വൽ മെത്തേഡ് എന്ന് പറയുന്നതാണ് ഇങ്ങനെ ഓപ്ഷൻസ് എടുത്ത് നോക്കുക. ഇനി ഇതിനകത്ത് ഇപ്പോൾ വളരെ അടുത്ത് ഇപ്പോൾ 1 അല്ലെങ്കിൽ 1.2 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് ഒരു 1.5 വരുന്നുണ്ട്. എങ്കിലും 1.5 വന്നു കഴിഞ്ഞാലും 1-നേക്കാളും മുകളിലുള്ള ഒരു വാല്യൂ വരാനാണ് ചാൻസ്. അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാതെ തന്നെ 5 ohm and 1 ohm എന്ന് നമുക്ക് പറയാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമേ ഫസ്റ്റ് ക്ലാസ് എടുത്തപ്പോൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് നമ്മൾ പറഞ്ഞു പോയതാണ്, ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് അതിന്റെ കുറഞ്ഞ വാല്യൂവിന്റെ അടുത്ത വാല്യൂ ആയിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എപ്പോഴും വരിക പാരലൽ കോമ്പിനേഷൻ. അപ്പൊ അങ്ങനെ നോക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സി കിട്ടിയല്ലോ അല്ലേ? ഓപ്ഷൻ സി. ഡൗട്ട് ഉണ്ടോ? ഞാൻ ചെയ്ത് കാണിക്കണോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ആൻ RLC സീരീസ് സർക്യൂട്ട്, the effective impedance എത്രയാണ്? RLC സീരീസ് സർക്യൂട്ടിലെ effective impedance എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുക RLC സീരീസ് സർക്യൂട്ടിലെ effective impedance? എ അല്ലേ മിസ്? എന്തോ എ അല്ലേ മിസ്? എ എ ആണ്. √r² + x² എന്നാണ്. x² എന്ന് പറയുന്നത് എന്താണ്? XL - XCയുടെ ഒരു ഡിഫറൻസ് ആയിരിക്കും നമ്മൾ എപ്പോഴും x² ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് നോക്കിയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാവുള്ളൂ. ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മളോട് പറയും റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഹലോ, സ്ക്രീൻ പോയി മിസ്. കേൾക്കാം. ഓക്കെ. റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് വെറുതെ ഡബിൾ ചെയ്തു എന്ന് പറയും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്ട്രെച്ച് ചെയ്തു എന്നാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്ട്രെച്ച് ചെയ്തു എന്ന് ഉള്ള ടൈപ്പ് ക്വസ്റ്റൻ ആണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം. സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുക. അപ്പം എന്താണ്, ഏരിയക്ക് വ്യത്യാസം വരുന്നില്ല. ഏരിയക്ക് വ്യത്യാസം വരാതെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ആ റെസിസ്റ്റൻസിന്റെ ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണം, അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതെങ്ങനെ പ്രൊസീഡ് ചെയ്യാന്ന് നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ, ചെയ്യാൻ പറ്റുമോന്ന്. മിസ് 4R1 അല്ലേ? 4R1 കിട്ടും ആൻസർ. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ?
ഇപ്പൊ നമ്മള് വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്? ഏരിയ ലെങ്ത് 2 ടൈംസ് കൂട്ടി എന്ന് പറഞ്ഞാൽ ഏരിയ എന്താണ്? പകുതിയായിട്ട് കുറയും അല്ലേ? സ്ട്രെച്ച് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സ്ട്രെച്ച് എന്നുള്ള വാക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4R1 എന്നാണ് ഇക്വേഷൻ വരിക. നമ്മൾ ചെയ്ത് നോക്കാം. ഒന്ന് നമ്മൾ പറഞ്ഞതാണ്, ഇനി ആർക്കെങ്കിലും മറന്നു പോയെങ്കിലോ എന്ന് ഓർത്തുകൊണ്ടാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്ട്രെച്ച് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സ്ട്രെച്ച് എന്നുള്ള വാക്കുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം എന്താണ്? A × L = വോളിയം. വോളിയം ഫിക്സഡ് ആണ്, വയറ് മാറ്റിയിട്ടില്ല. സെയിം വയറ് തന്നെ നമ്മൾ പിടിച്ച് നീട്ടു ചെയ്തേ. അപ്പൊ അതിന്റെ മെറ്റീരിയലിനൊന്നും വ്യത്യാസം വന്നില്ല, അല്ലെങ്കിൽ വോളിയത്തിന് വ്യത്യാസം വന്നില്ല. അപ്പം പിടിച്ചു നീട്ടി എങ്ങനെയാക്കി? L എന്നുള്ളത് എന്താക്കി? 2L ആക്കി. L എന്നുള്ളത് 2L ആക്കുമ്പോൾ ഇത് V ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏരിയ എന്തായേ പറ്റത്തുള്ളൂ? ഏരിയ പകുതി ആയേ പറ്റുള്ളൂ, ഏരിയ ഹാഫ് ആയേ പറ്റുള്ളൂ. ഇനി നമുക്ക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ അറിയാം. R = ρ × L/A അല്ലെ? ρ × L/A. അപ്പൊ ഇക്വേഷൻ അത് ρ × L എന്തായി മാറി? L becomes 2L. അപ്പൊ ഏരിയ എന്തായിട്ട് മാറി? ഏരിയ become A/2. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും? ഈ 2 മോളിൽ പോകും. അപ്പൊ 4 × ρ L/A എന്ന് വരും അല്ലെ? അപ്പൊ ρ L/A എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മൾ പറഞ്ഞ ആദ്യം റെസിസ്റ്റൻസ് R1. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × R1 എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 4R1. ഓക്കെ, അപ്പൊ ഇതാണ് കുറച്ച് നിങ്ങളുടെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ബേസിക് ട്രിക്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മളിപ്പം എല്ലാ പോയിന്റ്സും നമുക്കൊരു എന്താ പറയുക, ഇനിയും വേണമെങ്കിൽ ഇതിനകത്ത് കൂടുതൽ ചോദിക്കാം. എന്നാലും ഏകദേശം നമ്മൾ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക പരീക്ഷയ്ക്ക് മുന്നേ പോകുമ്പോൾ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഞാൻ ഇൻവേർട്ടറിന്റെ സെക്ഷനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം, പവർ ഇലക്ട്രോണിക്സിന്റെ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഷെയർ ചെയ്ത് 2 ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അത് നമ്മൾ ഓൾറെഡി അതിന്റെ ഏകദേശം ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. പക്ഷേ ആ സെയിം ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്തിട്ട് ഷെയർ ചെയ്തേക്കാം കേട്ടോ ഗ്രൂപ്പിൽ, വാട്സപ്പിൽ. എനിക്ക് ക്വസ്റ്റ്യൻ കൂടെ അയച്ചു തന്നെ ഞങ്ങൾക്ക് തിരിച്ച് ഷെയർ ചെയ്തേക്കാം. പിന്നെ നമുക്ക് ഇനി പറയാനുള്ളത് പവർ ഇലക്ട്രോണിക്സിന്റെ സെക്ഷനിലെ ഇൻവേർട്ടർ ആണ്. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒരു 10 മിനിറ്റ് വേണ്ടി വരില്ലായിരിക്കും. ഇൻവേർട്ടറിനകത്തുനിന്ന് സാധാരണ ഇൻവേർട്ടറും സൈക്ലോ കൺവേർട്ടറും ആണ്. അപ്പൊ അതിനകത്തുനിന്ന് ചോദിക്കുന്ന ആ പേര് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. പ്രോബ്ലമാറ്റിക്കോ അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. അപ്പം ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ചോദിക്കുവോ? അങ്ങനെയല്ല, അങ്ങനെ എന്തെങ്കിലും ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. എർത്തിങ് ആണല്ലോ ഡിസ്കസ് ചെയ്തത്, അല്ല ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന്റെ ഭാഗത്തുനിന്ന് നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു പോയിന്റും കൂടെ ഞാൻ പറയാം, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇപ്പം പർട്ടിക്കുലർലി പറഞ്ഞിട്ട് നിങ്ങളത് ചോദിക്കുകയും ചെയ്തു വന്നിട്ട് ഇനിയിപ്പോൾ അതെങ്ങാനും വന്നു കഴിഞ്ഞാലും. നമ്മൾ അതിനകത്ത് സർജ് അറസ്റ്ററും സർജ് ഡൈവേർട്ടറും അങ്ങനെ 2 സാധനങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഇതുപോലെ ബേസിക് ഇലക്ട്രിക്കലിന്റെ സെക്ഷനിലല്ല കേട്ടോ വന്നിരിക്കുന്നത്, അത് ശരിക്കും പവർ സിസ്റ്റത്തിന്റെ സെക്ഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എങ്കിലും നമുക്കത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പറയുന്ന പോയിന്റ് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അത് അങ്ങനെ പഠിക്കാമല്ലോ. അല്ലാതെ അതിന്റെ തിയറിയോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഈ ലൈറ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സർജ് ഡൈവേർട്ടേഴ്സ് എന്ന് പറയും, പിന്നെ ഒന്നാണ് സർജ് അബ്സോർബേഴ്സ് എന്ന് പറയും. സർജ് ഡൈവേർട്ടറും സർജ് അബ്സോർബറും ആണ് വരിക. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എല്ലാം എന്താണ്? സർജ് ഡൈവേർട്ടറുകളാണ്, സർജ് ഡൈവേർട്ടേഴ്സ്. അതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഇലക്ട്രിക്കൽ സർജിനെ അല്ലെങ്കിൽ ലൈറ്റ്നിങ്ങിനെ നമ്മളൊന്ന് ഡൈവേർട്ട് ചെയ്ത് എർത്തിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. സർജ് ഡൈവേർട്ടർ എന്ന് നോട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് എഴുതുക, ഡൈവേർട്ട് സർജ് ടു ദി എർത്ത്. സർജ് ഡൈവേർട്ടർ. അതിന്റെ താഴെ നോട്ട് ചെയ്യുക സർജ് അബ്സോർബർ. സർജ് അബ്സോർബർ. absorb energy contained in the surge. Absorb energy contained in the surge.
സർജ് അബ്സോർബർ അല്ല നമ്മൾ യൂസ് ചെയ്യുക, സർജ് ഡൈവേർട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അതിനകത്തൊരു പോയിന്റ് കൂടെ നോട്ട് ചെയ്യാം. ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ സർജ് ഡൈവേർട്ടർ, ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ സർജ് ഡൈവേർട്ടർ ഈസ് തൈറൈറ്റ്. തൈറൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് സർജ് ഡൈവേർട്ടറിന് വേണ്ടി യൂസ് ചെയ്യുക. അത് ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഈ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ സർജ് ഡൈവേർട്ടർ. പക്ഷേ ഇലക്ട്രിക്കലുകാരുടെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ബേസിക് ഇലക്ട്രിക്കിന്റെ സെക്ഷനിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഇനി ഇതേ സെക്ഷനിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് പേരെന്താ മിസ്? തൈറൈറ്റ്, THYRIT, തൈറൈറ്റ്, THYRIT, തൈറൈറ്റ്. എഴുതണോ? എഴുതി കാണിക്കണോ സ്ക്രീനില്? ഇല്ല, മനസ്സിലായി. ഇനി ഇതിനകത്ത് ഈ ലൈറ്റ്നിങ്ങിനകത്ത് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ദ സ്ട്രെങ്ത് ഓഫ് ദി ലൈറ്റ്നിങ് ഡിസ്ചാർജ് ഈസ് എസ്റ്റിമേറ്റഡ്. അത് ലൈറ്റ്നിങ് ഡിസ്ചാർജ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ എന്താണെന്ന് അതിന്റെ പേരാണ് ക്ലിൻഡനോഗ്രാഫ്. ക്ലിൻഡനോഗ്രാഫ് ഞാൻ എഴുതി കാണിക്കാം. KLYTENOGRAPH, ക്ലിൻഡനോഗ്രാഫ്. ഇതൊക്കെ ഇലക്ട്രിക്കലുകാരുടെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാൻ ചാൻസ് ഉള്ളൂ. ഇനിയിപ്പം എന്നാലും വന്നാലോ, നിങ്ങൾ ചോദിച്ചിട്ട് പറയാതിരിക്കണ്ടല്ലോ. ദ സ്ട്രെങ്ത് ഓഫ് ലൈറ്റിംഗ് ഡിസ്ചാർജ് ഈസ് എസ്റ്റിമേറ്റഡ് ബൈ ക്ലിൻഡനോഗ്രാഫ്. മറ്റേ മെറ്റീരിയലിന്റെ പേര് പറഞ്ഞത് തൈറൈറ്റ്. ഒറ്റ ടേം ആണ് കേട്ടോ, ക്ലിൻഡനോഗ്രാഫ്. തൈറൈറ്റ്, തൈറൈറ്റ്. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ലൈറ്റ്നിങ്ങിന്റെ സെക്ഷനിൽ നിന്ന് സാധാരണ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സെക്ഷൻ. ഇനി പിന്നെ അതിനകത്തുനിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയത്, വേണമെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ കയറി ചോദിക്കാവുന്നതാണ്, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ ഇക്വേഷൻ. അത് ലൈറ്റ്നിങ്ങിന്റെ കേസ് അല്ല, അല്ലാതെയാണ്. കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ ആണെങ്കിൽ K = M/√of L1 L2. രണ്ട് കോയിലുകളും ഉണ്ട്, മ്യൂച്വൽ ഇൻഡക്ഷൻ M ആണെങ്കിൽ K എന്ന് പറയുന്നത് K = M/√of L1 L2 എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ദി ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻ കേരള. ദ ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻ കേരള. ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻ കേരള എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് 440 വോൾട്ട് ആണ് കേട്ടോ. 440. ഇന്ത്യയിലാണെങ്കിലോ, ഇന്ത്യയിലെ ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് എത്രയാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ 765 kV. കിലോ വോൾട്ട് ആണ് കേട്ടോ, മറ്റേതും കിലോ വോൾട്ട് ആണ്. 440 kV ആണ്, ഇത് 765 കിലോ വോൾട്ട്. ഇന്ത്യയിലെ ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ്. കേരളത്തിലാണെങ്കിൽ 440, ഇന്ത്യയിലെ ആണെങ്കിൽ 765. ഒരു പോയിന്റ് നോട്ട് ചെയ്യുക, DC ട്രാൻസ്മിഷൻ വോൾട്ടേജ്, ഹയസ്റ്റ് DC ട്രാൻസ്മിഷൻ വോൾട്ടേജ്. DC ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് കുറച്ചായിട്ട്. അപ്പൊ DC ട്രാൻസ്മിഷൻ വോൾട്ടേജ് 600 കിലോ വോൾട്ട് ആണ്. 600 കിലോ വോൾട്ടിനേക്കാളും മോഡിൽ വന്നാൽ മാത്രമാണ് നമുക്ക് DC ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. മിസ്, DC ട്രാൻസ്മിഷൻ കേരളത്തിന്റെ ആണോ ഇന്ത്യയുടെ ആണോ? ഇന്ത്യ. കേരളത്തിൽ DC ട്രാൻസ്മിഷൻ ഇല്ല, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് മാക്സിമം 440 kV വരെ ഉള്ളൂ. 600 kVക്ക് മുകളിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ DC ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാറുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് അതിന് മീൻസ് അതിന്റെ ലോസസ് നോക്കുമ്പോൾ നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ 600 കിലോ വോൾട്ടിന് മുകളിൽ വരണം. പിന്നെ ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഏതാണ്? ഇടുക്കിയുടെ കപ്പാസിറ്റി അറിയാതിരിക്കുന്നു വിചാരിക്കുന്നു. ഇടുക്കിയാണ് ഏറ്റവും വലുത്. ഇടുക്കിയുടെ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 780 മെഗാവാട്ട്, 780.
ഇനി ട്രാക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്ന വോൾട്ടേജ്, ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇലക്ട്രിക് ട്രെയിനിന് യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 25 കിലോ വോൾട്ട്, 25 kV. ഇന്ത്യയിലെ മുഴുവനും 25 kV ആണ് യൂസ് ചെയ്യുന്നത്. ട്രാക്ഷൻ വോൾട്ടേജ് 25 kV. ഇതൊക്കെ പവർ സിസ്റ്റം ആണ്, എന്നാലും ഇനി വേണമെങ്കിൽ മാറി ചോദിച്ചാലോ എന്നോർത്ത് പറയുന്നതാണ് കേട്ടോ, 1-2 പോയിന്റും കൂടെ. അതുപോലെ തന്നെ KSEBിയുടെ മെയിൻ ഗ്രിഡിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 220 kV. 220 kV മെയിൻ ഗ്രിഡ് വോൾട്ടേജ് KSEB. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇൻവെർട്ടറിന്റെ സെക്ഷനിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് പല ടൈപ്പ് പവർട്രോണിക് കൺവേർട്ടറുകളെ കുറിച്ചായിരുന്നു ആദ്യമേ പറഞ്ഞത്. പവർട്രോണിക്സിന്റെ പല ടൈപ്പ് കൺവേർട്ടറുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സെക്ഷനിലേക്ക് പോരുന്നത്. അപ്പൊ പവർട്രോണിക്സിന്റെ കൺവേർട്ടർ എന്ന് പറയുമ്പോൾ നമ്മള് പല ടൈപ്പ് കൺവേർട്ടറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എസിനെ DC ആക്കുന്നത്, DC-നെ AC ആക്കുന്നത്, അങ്ങനെ പല ടൈപ്പ് കൺവേർട്ടറുകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ടൈപ്പ് കൺവേർട്ടർ, റെക്ടിഫയർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത്. അപ്പൊ അത് ഓരോന്നിന്റെയും പർപ്പസ് ഞാൻ പറഞ്ഞായിരുന്നു. റെക്ടിഫയർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, AC-നെ DC ആക്കും. അതുപോലെ തന്നെ ടോപ്പേഴ്സ് ആണെങ്കിൽ DC-നെ DC ആക്കും എന്നൊക്കെ പറഞ്ഞത്. ഫിക്സഡ് DC-നെ വേരിയബിൾ DC-യിലേക്ക് മാറ്റുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ലാസ്റ്റ് 2 സെക്ഷൻ ആണ് പറയുന്നത്, AC-നെ കൺവേർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻവേർട്ടറും. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. കാണാൻ പറ്റുന്നില്ലേ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? അത് റെക്ടിഫയർ, ചോപ്പേഴ്സ്, ഇൻവേർട്ടർ, AC വോൾട്ടേജ് റെഗുലേറ്റർ, സൈക്ലോ കൺവേർട്ടർ. അത് റെക്ടിഫയറിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരിക. നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ ഒക്കെ വെച്ച് ലോഗൊക്കെ വെച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പൊ -3 വരും എന്നൊക്കെ പറഞ്ഞു ആ സെക്ഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ചോപ്പറിനകത്ത് നിന്ന് വരുന്ന ഡ്യൂട്ടി റേഷ്യോ വെച്ചിട്ടുള്ള സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ, അല്ലെങ്കിൽ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ, ഡി തന്നിട്ട് നമ്മൾ അതിനോട് വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്. ഇനി അടുത്ത സെക്ഷൻ ആണ് എന്ത്, ഇൻവേർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെർട്ടർ ചെയ്യുന്ന പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന DC ആയിരിക്കും, DC-നെ കൺവേർട്ട് ചെയ്ത് AC ആക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവേർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻവേർട്ടേഴ്സ് സബ് ഹെഡിങ് എഴുതുക, ഇൻവേർട്ടേഴ്സ് കൺവേർട്ട് DC ടു AC. DC വേവ് ഫോമിനെ AC, അതായത് ബാറ്ററിയിലൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന പവറിനെ എടുത്ത് നമ്മൾ AC ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ഇൻവേർട്ടറുകൾ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ സ്വിച്ച് വെച്ച് റെക്ടിഫൈ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിനകത്ത് നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യുക. റെക്ടിഫയറിന്റെ അകത്ത് സ്വിച്ചിന്റെ ഡയറക്ഷൻ എങ്ങനെയാണോ, ബ്രിഡ്ജിനകത്ത് സ്വിച്ചിന്റെ ഡയറക്ഷൻ എങ്ങനെയാണോ, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനകത്താണ് നമ്മളിവിടെ സ്വിച്ചുകൾ കണക്ട് ചെയ്യുക. അത്രയാണ് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ നേരത്തെ എന്ത് ഓപ്പറേഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ ആയിരിക്കും നമുക്ക് ഇൻവെർട്ടറിൽ ചെയ്ത് കിട്ടുക. ഓക്കെ, അപ്പം ഇൻവെർട്ടറിനകത്ത് നമ്മൾ ഒരു ഇൻവെർട്ടർ റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയർ ആണെങ്കിൽ നമ്മൾ സ്വിച്ച് അല്ലെങ്കിൽ ഡയോഡ് റെപ്രസെന്റ് ചെയ്യുന്നത് മുകളിലോട്ടുള്ള അപ്പർ ഡയറക്ഷനാണ്. അതായത് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ആണെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയായിരിക്കും വരയ്ക്കുക. ഇവിടെ ഇൻവെർട്ടറിന്റെ സർക്യൂട്ട് ആകുമ്പോൾ നമ്മൾ സ്വിച്ചുകൾ വരയ്ക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യുന്ന, അപ്പൊ എന്താണ് ആ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എന്താണ് ചെയ്യുന്ന പ്രോസസ്സ് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഇവിടെ റെക്ടിഫയർ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇൻപുട്ട് സൈഡിൽ AC കൊടുത്തിട്ട് DC ഒക്കെ ചെയ്യുക. ഇവിടെ ആണെങ്കിലോ ഇൻപുട്ട് സൈഡിൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ എന്ന് പറയുന്നത് DC സപ്ലൈ. ഈ DC സപ്ലൈനെ പിടിച്ച് ഔട്ട്പുട്ടിൽ നമുക്ക് ബ്രിഡ്ജ് ആയിട്ട് തന്നെയാണ് ഇൻവെർട്ടർ കണക്ട് ചെയ്യുക. ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടും, AC വേവ് ഫോം കിട്ടും. ഇനി പ്യുവർ AC ആയിരിക്കില്ല നമുക്ക് ഒരിക്കലും കിട്ടുന്ന വേവ് ഫോം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്ഡ് ആയിട്ടുള്ള AC ആയിരിക്കും. അപ്പൊ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്യൂട്ടിൽ നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നത് ഈ ബ്രിഡ്ജുകളുടെ ഇടയിലാണ്. ബ്രിഡ്ജുകളുടെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആയിട്ടായിരിക്കും ലോഡ് കണക്ട് ചെയ്യുക. അപ്പം ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സെറ്റ് ഓഫ് ഡയോഡ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്വിച്ചസ് ഒരു സമയത്ത് വേണം. ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ, അടുത്ത സെറ്റ് ഓഫ് സ്വിച്ചസ് ഈ രീതിയിൽ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ഈ സ്വിച്ചിങ് കോമ്പിനേഷൻ ഓണും ഓഫും ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് DC-നെ വേരിയബിൾ DC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഫിക്സഡ് DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വേവ് ഫോം ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്
ഒരു പെയർ ഓഫ് സ്വിച്ചസ് ഓൺ ആയിരിക്കുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനാണ് കറണ്ട് ഫ്ലോ ലോഡിലൂടെ. ആദ്യമേ നോക്കുക, ഈ ലോഡിലൂടെ ഇങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ സെറ്റ് ഓഫ് സ്വിച്ചസ് വന്നപ്പോൾ ഇങ്ങോട്ടായി കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കറണ്ടിന്റെ ഫ്ലോ മാറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ഒരു സെക്ഷനിൽ ഇങ്ങനെയാണെങ്കിൽ അടുത്ത സെക്ഷനിൽ ഇങ്ങനെ വന്നു എന്ന് പറയാൻ പറ്റും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഈ രീതിയിൽ ഇരുന്ന ഒരു ഡി സി വേവ് ഫോമിനെ ഇതുപോലെ സ്റ്റെപ്പ് ഉള്ള ഒരു ഡി സി ആയിട്ട് തന്നെയാണ് മാറുന്നത്. പ്യുവർ എ സി അല്ല ഇൻവെർട്ടറിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഇതിനെ എന്തെന്ന് പറയും? എ സി എന്ന് തന്നെ. അതെന്താണ്? ഓൾട്ടർനേറ്റിംഗ് നേച്ചർ ഉണ്ട്. ഇനി ഇതിന്റെ ഈ സ്റ്റെപ്പിന്റെ എണ്ണം അല്ലെങ്കിൽ സ്റ്റെപ്പിന്റെ ഈ ഇത് നമുക്ക് എങ്ങനെയാണ് കൂടുതൽ ഫിൽറ്ററുകൾ, കൂടുതൽ സ്വിച്ചസ് ഇൻക്ലൂഡ് ചെയ്യുകയാണ് സിസ്റ്റത്തിൽ എങ്കിൽ നമുക്ക് ഇത് ഒരു എ സി വേവ് ഫോമിനോട് ഇക്വലന്റ് ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. എനിവേ ഇങ്ങനെ ഇൻവെർട്ടറുകൾ യൂസ് ചെയ്യുമ്പോൾ പ്യുവർ എ സി കിട്ടാതെ വരുമ്പോൾ എന്താണ് അത് സിസ്റ്റത്തിൽ ഹാർമോണിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇൻവെർട്ടറിന്റെ സെക്ഷൻ വരുന്നത്. ഇത് വർക്കിംഗ് ഒന്നും നമുക്ക് ആവശ്യമില്ലല്ലോ, നമ്മൾ ഇത്ര മാത്രം ഓർത്തിരിക്കുക. ഇറ്റ് കൺവേർട്സ് എ സി ടു ഡി സി, കൺവേർട്സ് എ സി ടു ഡി സി. ഇനി ഇത് തന്നെ സിംഗിൾ ഫേസ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ഉണ്ട്. 3 ഫേസ് ആയിട്ടുള്ള 3 ലെഗുകളുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ലെഗുകളുള്ള ടൈപ്പ് ഇൻവെർട്ടർ ഉണ്ട്. ഈ 3 ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടർ തന്നെ 2 സെറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്നാണ് 180 ഡിഗ്രി മോഡ്, ഒന്ന് 120 ഡിഗ്രി മോഡ്. 180 ഡിഗ്രി മോഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ച് 180 ഡിഗ്രി കണ്ടക്ട് ചെയ്യും, അടുത്ത സ്വിച്ച് 180 ഡിഗ്രി. അപ്പൊ അത് ഓരോ സെറ്റ്, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് 6 ഡയോഡുകൾ, 6 സെറ്റ് ഓഫ് സ്വിച്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. 6 സെറ്റ് ഓഫ് സ്വിച്ചസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് ഈ 6 സെറ്റ് ഓഫ് സ്വിച്ചസിനെ നമുക്ക് ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. T1, T2, T3, T4, T5, T6 എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മള് 3 ഫേസ് റെക്ടിഫയർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് 2 വീതമാണ് ഒരു സമയത്ത് കണ്ടക്ട് ചെയ്യുക. ഇതിനകത്തും അങ്ങനെ തന്നെയാണ് കണ്ടക്ട് ചെയ്യുക. സോറി, 2 അല്ല, 3 സെറ്റ് ഓഫ്, അതായത് മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ T1 180 ഡിഗ്രി കണ്ടക്ട് ചെയ്യും, അത് കഴിയുമ്പോൾ അടുത്തതാണ് T4 180 ഡിഗ്രി. അങ്ങനെ അത് ഓരോന്നും മാറി മാറി വന്നിട്ടാണ് നമ്മൾ ഈ 180 ഡിഗ്രി പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും 2 ആയിരിക്കും മറ്റേ ടൈമിൽ ഫുൾ ആയിട്ട് നമ്മൾ സർക്യൂട്ടിലേക്ക് ആക്ട് ചെയ്യും. ഇപ്പൊ 3 ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേസിന് ഒരെണ്ണം ഫേസിന്റെ ഒരു പോസിറ്റീവ് സൈഡ് വരാനും നെഗറ്റീവ് സൈഡ് വരാനും, അതാണ് 6 എണ്ണത്തിന്റെ കോമ്പിനേഷൻ. ഇതിനകത്ത് നീ ഓർത്തിരിക്കുക 180 ഡിഗ്രി മോഡ്, 120 ഡിഗ്രി മോഡ് എന്ന് ഓർത്തിരിക്കുക. ദെൻ 180 ഡിഗ്രി മോഡിലാണെങ്കിൽ ഒരു തൈറിസ്റ്റർ അല്ലെങ്കിൽ ഒരു പവർ ഇലക്ട്രോണിക് സ്വിച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയം 180 ഡിഗ്രീസ് ആയിരിക്കും. 120 ഡിഗ്രി മോഡിലാണെങ്കിൽ ഒരു തൈറിസ്റ്റർ അല്ലെങ്കിൽ ഒരു സ്വിച്ച് കണ്ടക്ട് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന 120 ഡിഗ്രീസ് ആയിരിക്കും. അപ്പൊ നമ്മൾ 180 ഡിഗ്രി മോഡിലുള്ള ഒരു സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജിന്റെ വേവ് ഫോമിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പൊ ഒരു സ്വിച്ച് 180 ഡിഗ്രി കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ 60 60 60 3 സെക്ഷൻസ് ആയിട്ട് തിരിക്കാം. അപ്പൊ അതിന് ആദ്യത്തെ 60 ഇങ്ങനെ ഇരിക്കും, അടുത്ത 60 ഇങ്ങനെ ഇരിക്കും, അടുത്ത 60 ഇങ്ങനെ വരും, വീണ്ടും അടുത്ത 60 ഇങ്ങനെ പോകും, പിന്നെ അടുത്ത ഡയറക്ഷൻ വരുമ്പോൾ ഇങ്ങോട്ട് പോയിട്ട് ഈ രീതിയിലായിരിക്കും നമുക്ക് വേവ് ഫോം കിട്ടുക. അപ്പൊ ഇത് നേരത്തെ നമ്മൾ ആദ്യം വരച്ച എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഞാൻ വരച്ചത് ഈ രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് വേവ് ഫോം ആയിരുന്നു. ഇതിനേക്കാളും കുറച്ചും കൂടെ എ സിയോട് എന്താണ് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ നമ്മൾ വേവ് ഫോം കൊണ്ടുവരാൻ. അപ്പൊ ഇത് 120 ഡിഗ്രി മോഡാണ്, സോറി 180 ഡിഗ്രി മോഡാണ്. 120 ഡിഗ്രി മോഡാണെങ്കിൽ എന്താണ് ഇതിനേക്കാളും കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. അതായത് ഓരോ സാധനവും 120 ഡിഗ്രീസിലായിരിക്കും കണ്ടക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ വേവ് ഫോം ഇത് 180യുടെ ആണ് വേവ് ഫോം, 120 ഡിഗ്രിയുടെ ആണ് വേവ് ഫോം വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 60 60 60 60 അപ്പൊ ഒരു 120യിൽ ഇത് കണ്ടക്ട് ചെയ്യും, അടുത്ത 60യിൽ ഇത് കണ്ടക്ട് ചെയ്യില്ല, അടുത്ത 120 വീണ്ടും കണ്ടക്ട് ചെയ്യും, പിന്നെ ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ. അപ്പൊ നമുക്ക് കിട്ടുന്ന വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് പ്യുവർ എ സി അത്രയ്ക്കും എ സി ആണ്, അല്ലെങ്കിൽ നമ്മൾ 180 ഡിഗ്രി മോഡിലുള്ള അത്രയും ബെറ്റർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ 120 ഡിഗ്രി മോഡിന് അതിൻ്റെതായ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചിലയിടത്ത് നമ്മൾ 120 ഡിഗ്രി മോഡ് എടുക്കും. ഇത് ഫേസ് വോൾട്ടേജ് ആണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ലൈൻ വോൾട്ടേജിലേക്ക് പോകുമ്പോൾ 120 ഡിഗ്രി മോഡിന് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഏത് വോൾട്ടേജ് ആണ് എടുക്കുന്നത്, 120 ആണോ, സോറി ഫേസ് ആണോ ലൈൻ ആണോ എടുക്കുന്നതനുസരിച്ച് നമ്മൾ ഏത് മോഡ് ഓഫ് കണ്ടക്ഷൻ വേണമെന്ന് ചൂസ് ചെയ്യും. മോഡ് ഓഫ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ തൈറിസ്റ്റർ എത്ര നേരം അതിന്റെ ഗേറ്റ്